ഇണയാക്കി തന്നതിന് ഞാൻ സ്വീകരിച്ചു. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു കല്യാണമുണ്ട്, ഹർഷ പാത്തുവിൻ്റെ കല്യാണം. ആ കല്യാണത്തിന് ഒരുപാട് പേര് അഭിനന്ദിക്കുന്നുണ്ട്. ഇങ്ങനെ വേണം കല്യാണം കഴിക്കേണ്ടത്, കണ്ടില്ലേ, ഒരു തരി സ്വർണ്ണമില്ല, മൈലാഞ്ചി ഇല്ല, പകിട്ടില്ല, പത്രാസില്ല. ഇപ്പോൾ അടുത്ത പെൺകുട്ടികളൊക്കെ ഹർഷ പാത്തുവിനൊന്ന് അനുകരിച്ചൂടെ? ഹർഷ പാത്തുവിൻ്റെ കല്യാണം ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവാം. എന്നിട്ട് കല്യാണം ഒന്ന് കണ്ടുനോക്ക്. അപ്പോൾ ഇതാണ് ഹർഷ പാത്തുവിൻ്റെ കല്യാണം. ഇപ്പോൾ ഈ കല്യാണത്തിൽ ഇപ്പോൾ കല്യാണപ്പെണ്ണ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ അല്ലേ? ഈ ഹർഷ പാത്തു എന്ന് പറയുന്ന ആളാരാന്ന് ആദ്യം പരിചയപ്പെടുത്തരും. ഹർഷ പാത്തു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, മലപ്പുറം ജില്ലക്കാരിയാണ്, ചിത്രകാരിയാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഒരു ഹെന്ന ആർട്ടിസ്റ്റാണ്, നല്ല മൈലാഞ്ചിയൊക്കെ ഇടാൻ പോകുന്ന ഒരാളാണ്, ചിത്രമൊക്കെ വരക്കുന്ന ആളാണ്. പരിചയമില്ലാത്ത ആളുകൾക്ക് ചിത്രം വരച്ചു കൊടുത്ത് സർപ്രൈസ് കൊടുക്കുന്ന ഒരാളാണ്. ഈ ഹർഷ പാത്തു ഹനാൻഷാ ടീമുണ്ടല്ലോ, അവരുടെ പാട്ടിലൊക്കെ പെട്ട ഒരു ടീമിൽപ്പെട്ട ഒരാളാണ്. ഈ ഹർഷ പാത്തുവിൻ്റെ ഒരു കല്യാണം കഴിഞ്ഞു. ഹർഷ പാത്തു നസീം മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് കല്യാണം കഴിച്ചത്. ഇവരുടെ ആ കല്യാണത്തിന് വരുന്നൊരു വീഡിയോ ഉണ്ട്, ഒരു തരി സ്വർണ്ണം ഇല്ലാതെ. കണ്ട ഈ വീഡിയോ നിങ്ങൾ കാണുക. ഭാര്യയാക്കി ഇണയാക്കി തന്നതിന് ഞാൻ സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള വിവാഹം, ഒരു മെറൂണ് വെൽവെറ്റ് സാരി, ഒരു തരി സ്വർണം എന്ന് പറയണത് ഈ ഒരു ഹർഷ പാത്തുവിൻ്റെ മേത്തില്ല, മൈലാഞ്ചി ഇട്ടിട്ടില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇത്തരം കല്യാണങ്ങൾ ആഘോഷിക്കപ്പെടണം, ഇത്രയും ലളിതമായിട്ടുള്ള ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ആഘോഷിക്കപ്പെടുന്നത്. സംഗതി ശരിയാണ്, സ്വർണ്ണമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊരു അനുകരണീയമായൊരു മാതൃകയാണ്. കാരണം സ്വർണ്ണത്തിനൊക്കെ ഇപ്പം എന്താ വില? സാധാരണക്കാർക്കൊക്കെ ഒരു മക്കളുടെ കല്യാണത്തിന് സ്വർണം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ വേണം. സത്യത്തിൽ ഇതൊരു ആർഭാടരഹിതമായ വിവാഹമാണോ എന്ന് ചോദിച്ചാൽ 100% അല്ല എന്ന് പറയാം. ഞാനതിൽ കണ്ട ഒരു പോസിറ്റീവായൊരു കാര്യം, സ്വർണ്ണം എടുക്കാൻ പാകമുണ്ടായെങ്കിലും അവർ സ്വർണം ഒരു വിവാഹത്തിന് ഉപയോഗിച്ചില്ല. കാരണം ഒരു വധു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, ആകെ കൂടി സ്വർണ്ണാഭരണ വിഭൂഷണിയായിട്ട് വരുന്നൊരു വനിത, ആകെ മൈലാഞ്ചി അണിഞ്ഞ്, ഇതൊന്നും ഇല്ല. മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. എല്ലാ കാര്യത്തിലും ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാകും. നമ്മൾ ഈ പോസിറ്റീവിലേക്ക് മാത്രം നോക്കുക. ആ നിലക്ക് ഇത് വളരെ അംഗീകൃതമായ അനുകരണീയമായൊരു കല്യാണമാണ്. പിന്നെ ഈ പാവങ്ങൾ സ്വർണ്ണിട്ടില്ലെങ്കിൽ അത് ദാരിദ്ര്യം എന്ന് പറയും, പണക്കാർ സ്വർണ്ണിട്ടില്ലെങ്കിൽ അതൊരു ലളിതമാണ്, അത് ലളിതമാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും സ്വർണം ധരിക്കാത്ത ഒരു വധുവായിട്ട് ഹർഷ പാത്തു വരുന്നൊരു കാഴ്ച വളരെ മനോഹരമാണ്, അനുകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇതിന് ഇത്ര മാത്രം ആഘോഷിക്കാൻ മാത്രം ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ കല്യാണ ആഘോഷങ്ങൾ, ആ ഡ്രസ്സൊക്കെ വളരെ റോയൽ ഡ്രസ്സുകളാണ്, അടിപൊളിയായിട്ടുള്ള അവിടുത്തെ ഓഡിറ്റോറിയം സെറ്റിങ്ങും സ്വർണ്ണം ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെ വല്ലാതെ ലളിതവൽക്കരിച്ച് മഹത്വവൽക്കരിച്ച് അനുകരിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമാക്കാനൊന്നും ഇല്ലെങ്കിലും ഈ സ്വർണ്ണം ഇടാത്തൊരു സംഗതിയെ അനുകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവരുടെ ഒരു വിവാഹ സന്തോഷങ്ങളൊക്കെ കണ്ടല്ലോ, കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നിയൊരു കാര്യം, സ്വർണം ധരിക്കാത്ത ഹർഷ പാത്തുവിൻ്റെ ഈ ഒരു സാധനത്തിനെ അതുവരെ അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. അത് നമ്മളൊക്കെ ഒരു മാതൃകയാക്കി കഴിഞ്ഞാൽ സ്വർണത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്ന ആണുങ്ങളും സ്ത്രീകളും ഒഴിവാക്കിയാൽ തന്നെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വലിയൊരു ആശ്വാസം. അവരെ കുറ്റം പറയുന്നവരുണ്ട്. നമ്മൾ കുറ്റം പറഞ്ഞതൊന്നുമല്ല, നമ്മൾക്കാരെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്വാളിറ്റി പറയാം, കുറ്റങ്ങളുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. അതാണ് നമ്മുടെ ഒരു നയം. എന്തായാലും ഹർഷ പാത്തുവിൻ്റെ കല്യാണം സോഷ്യൽ മീഡിയ വഴി കണ്ട ആളുകളായിരിക്കാം, ഹർഷ പാത്തുവിനെ അറിയുന്ന ആളുകളുണ്ടാവും. ആ നിലക്ക് നമ്മുടെ മക്കളെ ഇതുപോലെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ ആ മക്കളും തയ്യാറാവുക, കിട്ടണവനും തയ്യാറാവുക. മാഷാ അല്ലാഹ്, ഇതിനേക്കാൾ വലിയ സന്തോഷം എന്ന് ആലോചിച്ച് നോക്ക്. സ്വർണത്തിന് വേണ്ടി നമ്മൾ ആരുടെയും മുന്നിൽ കൈനീട്ടണ്ട. പള്ളികളിലൊക്കെ ചെന്നാൽ കാണാം, സ്വർണം കിട്ടാൻ വേണ്ടി കൈനീട്ടുന്ന, വിവാഹത്തിന് വേണ്ടി അങ്ങനെ ബുദ്ധിമുട്ടുന്ന മതപണ്ഡിതന്മാരും സാധാരണക്കാരും ഒക്കെ കാണാം. ഈ ഒരു സമൂഹ വിവാഹങ്ങളിൽ പോലും സ്വർണം നിർബന്ധമാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരാൾ, ഇതിനൊക്കെ പാകമുള്ള ഒരാൾ സ്വർണം ഉപേക്ഷിച്ചിട്ട് സ്വർണം വേണ്ടെന്ന് പറഞ്ഞ് ആ പരമ്പരാഗത വിവാഹ രീതിയിൽ നിന്നൊക്കെ മാറി വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്, അംഗീകരിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഇതിനെ വലിയ മഹത്വവൽക്കരിക്കാനുമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആട്ടാ. സ്വർണം ഇട്ട് വിവാഹം കഴിക്കുന്ന ആളുകൾ മോശക്കാരാണെന്നൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് വിവാഹം എന്നുള്ളത് ഒരിക്കലും ഉറപ്പുള്ളൊരു കരാറല്ല. എപ്പോൾ വേണമെങ്കിലും തമ്മി തല്ലി പിരിയാവുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ ഓരോ വിവാഹങ്ങളും. അത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും
പ്രണയവിവാഹമാണെങ്കിലും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ പോസിറ്റീവായ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിന് വലിയ പുകഴ്ത്തലോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള കല്യാണങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കുറേ വീഡിയോസ് കാണാം. ഇവരെങ്ങനെ പൊക്കിയടിച്ചുകൊണ്ട്. അങ്ങനെ പൊക്കിയടിക്കാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ ഒരു സ്വർണ്ണാഭരണങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ കല്യാണങ്ങൾക്കുണ്ടാകുന്ന ആർഭാടങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ഇനി കല്യാണങ്ങളിൽ ആർഭാടം ആഘോഷം എന്നുള്ളത്, ആർഭാടം വേറെ ആഘോഷം വേറെ. ആഘോഷങ്ങളൊക്കെ കല്യാണത്തിന് സ്വാഭാവികമാണ്. പഴയ കാലത്തും പുതിയ കാലത്തും ആ കാലത്തിൻ്റെതായ ആഘോഷങ്ങളുണ്ട്. ആർഭാടം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെ കമ്പയർ ചെയ്തിട്ടാണ്. ഒരുപാട് സമ്പന്നരായ ആളുകൾ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച് കല്യാണം കഴിക്കട്ടെ, 2-3 ഇനം ഫുഡുകളും അതിന് പറ്റുന്ന വലിയ ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തിട്ടും വലിയ ആഘോഷങ്ങളാവട്ടെ. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു മോറൽ കൾച്ചർ ഉണ്ട്, ഒരു ഇസ്ലാമിക് കൾച്ചർ. ആ ഇസ്ലാമിക് കൾച്ചർ എന്നുള്ള ബോർഡർ നശിപ്പിക്കുന്ന രീതിയിലാവരുത്. മദ്യം വിളമ്പിയിട്ടാവരുത്, മദ്യം വിളമ്പിയിട്ടുള്ള കല്യാണങ്ങളാവരുത്. അതിനൊരു ഹുർമത്ത് ബർക്കത്ത് നഷ്ടപ്പെടുന്ന രീതിയിലാവരുത്. പിന്നെ പാവങ്ങൾക്ക് വേറെ ഫുഡ്, പണക്കാർക്ക് വേറെ ഫുഡ്, അങ്ങനെയൊന്നും പൊതുവേ കല്യാണങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ഒരേ ഫുഡ്. പിന്നെ ചില VIP പ്രത്യേക പരിഗണനകളൊക്കെ ഉണ്ടായേക്കാം. ഈ കല്യാണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു രാജ്യത്തെ ഞാൻ പരിചയപ്പെടുത്താം. ഒരുപാട് ദ്വീപുകളടങ്ങിയ ഒരു ദ്വീപ് സമൂഹം, അതായത് കുറേ ദ്വീപുകളുണ്ട്. ആ ദ്വീപുകൾക്കിടയിൽ അതെല്ലാം കൂടി ഒരു രാജ്യം കേട്ടോ. ആ രാജ്യത്തിൻ്റെ പേര് കോപ്പ് വെർദെ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. അപ്പോൾ ഈ കോപ്പ് വെർദെ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആൾക്കാർ താമസിച്ചിരുന്നില്ല. ഈ ദ്വീപിലൊരു മനുഷ്യനുണ്ടായിരുന്നില്ല. 14-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ദ്വീപിലേക്ക് വരുന്നത്. ഇവരെങ്ങനെ വന്നെന്നറിയോ? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുറേ പാവങ്ങളായ ആഫ്രിക്കക്കാരെ, നീഗ്രോകളായ ആളുകളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ ദ്വീപിലിട്ടു. എന്നിട്ട് അവരെ കൊണ്ട് അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു, കൃഷികൾ ഉണ്ടാക്കിയിട്ട് അവരവിടെ പാർപ്പിച്ചു. അവർ ഭാര്യ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ അവരവിടെ അടിമകളാക്കി വളർത്തിയിട്ട് അവരെ സ്വന്തം ഭാഷ പോലെ അവർ മറന്നു. ഒരു പോർച്ചുഗീസ് ഭാഷയായിട്ട് ഈ സമൂഹം അവിടെ വളർന്നു വലുതായപ്പോഴാണ് ഇവരൊരു സമൂഹമായിട്ട് മാറി. അവർക്ക് അവരുടെ ഭാഷ നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കോപ്പ് വെർദെ എന്ന് പറയുന്ന ഈ ദ്വീപ് സമൂഹങ്ങളിലെ മനുഷ്യരുണ്ടായത്. അങ്ങനെ 1970-കളിൽ ഈ ജനസമൂഹം എന്താ പറയുക, ഈ സമരം നടത്തിയിട്ട് പോർച്ചുഗീസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഒരു രാജ്യമായിട്ട് മാറി. ആകെ 5.5 ലക്ഷം ആളുകൾ അവിടെ ഉള്ളൂ. പോർച്ചുഗീസുകാർ മിഷണറി പ്രവർത്തകർ കൂടി ആയതുകൊണ്ട് തന്നെ വ്യത്യസ്ത മതങ്ങളിൽ ജീവിച്ചിരുന്ന ഈ ആഫ്രിക്കൻ വംശജരായ ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികളായിട്ട് മാറി. അങ്ങനെ ആഫ്രിക്കക്കാരവിടെ 5 ലക്ഷമുള്ള ആളുകൾ വളർന്ന് വലുതായി. അവർ നല്ല വിദ്യാഭ്യാസം നേടി. വെറും ഇന്ത്യയെ നോക്കുക, ഇന്ത്യയിൽ 100 കോടി ജനങ്ങളുണ്ട്, ഇവിടെ ആകുള്ളത് 5.5 ലക്ഷം. അവരാദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കാനുള്ള യോഗ്യത നേടി. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ അവർ ശക്തരായ കളിക്കാൻ അറിയുന്ന സ്പെയിൻ, ഉറുഗ്വ അടങ്ങുന്ന പട്ടികയിലാണ് അവർ ഇടം നേടിയത്. അങ്ങനെ അവർ കളിച്ച കളിയിൽ അവരുടെ ഗോളി അത്ഭുതകരമായിട്ട് എങ്ങനെ അടിച്ചാലും തടയുന്ന ഒരു ഗോളി. ലോക ചാമ്പ്യന്മാരായ സ്പെയിനിനെ അവർ തടഞ്ഞു സമനില പാലിച്ചു. ഉറുഗ്വയുടെ മുന്നിൽ സമനില പാലിച്ചു. അവർ കളിക്കുന്ന കളിയിലൊക്കെ അവർ അങ്ങനെ സമനില പിടിച്ചുകൊണ്ട് തന്നെ ജയിച്ചു വന്നു. ഒടുവിൽ ഇന്ന് അവരൊരു കളി കളിച്ചു. ആ കളിയിൽ ലോകത്തെ നമ്പർ 1 ചാമ്പ്യന്മാരായ ഒരു ഫുട്ബോൾ ടീമിനെ അവർ സത്യത്തിൽ അവർ ജയിച്ചു എന്ന് ഞാൻ പറയും. കളിയിൽ ജയിച്ചത് ഒരു പക്ഷേ ആ ലോകത്തെ നമ്പർ 1 ഫുട്ബോൾ ടീം രാജ്യമാണെങ്കിലും ആ ലോകത്തിൻ്റെ മുൻപിൽ ഏറ്റവും മികച്ച പ്രതിരോധവും കളിയും കാഴ്ചവെച്ചിട്ടാണ്, കണ്ണീരോട് കൂടിയിട്ടാണെങ്കിലും കോപ്പ് വെർദെ ടീം അംഗങ്ങൾ കളം വിട്ടത്. ഏത് രാജ്യത്തോടാണ് ഇന്ന് കോപ്പ് വെർദെ എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് സമൂഹം കളിച്ച് പരാജയപ്പെട്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ലോകത്തെ നമ്പർ 1 ഫുട്ബോൾ എന്താ പറയുക, നമ്പർ 1 ആയ ഒരു ഫുട്ബോൾ രാജ്യമാണത്. സത്യത്തിൽ ആ രാജ്യം ജയിച്ചെങ്കിലും എൻ്റെ കണ്ണിൽ, ഫുട്ബോൾ പ്രേമികളുടെ കണ്ണിൽ തോറ്റിട്ടും ജയിച്ചൊരു ടീം ആരാണ്? കോപ്പ് വെർദെയുടെ ഗോളികൾ വളരെ മനോഹരമാണ്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, കോപ്പ് വെർദെ എന്ന് പറയുന്ന ഈ രാജ്യം ഇന്ന് ആരുടെ മുന്നിലാണ് അടിയറവ് പറഞ്ഞത്? ഏത് ഫുട്ബോൾ രാജാക്കന്മാരുടെ മുന്നിലാണ് അടിയറവ് പറഞ്ഞതെന്നാണ് ചോദ്യം. ഇപ്പം ഞാൻ ചോദ്യം പറയാൻ കാരണം, ഇപ്പം ഞാനൊരു രാജ്യത്തെ ഞാൻ പരിചയപ്പെടുത്തി. ഈ രാജ്യത്ത് മുസ്ലിങ്ങളാകെ 1% മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ ചില അറബികളൊക്കെ വന്നിട്ട് അവിടെ കച്ചവടക്കാരായിട്ട് നിന്നിട്ട് അങ്ങനെ മാത്രം അവിടെ കുറച്ച് മുസ്ലിംസ് ഉണ്ട്. പള്ളിയിലും ആരാധനയ്ക്കൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണെന്ത് ഈ ഒരു ദ്വീപ് സമൂഹം. അപ്പോൾ ഈ രാജ്യം ഏത് ഫുട്ബോൾ ശക്തരായ രാജ്യത്തോടാണ് അടിയറവ് പറഞ്ഞതാണ് ചോദ്യം. അതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.